നമസ്കാരം. ഇന്നിവിടെ ഫ്രഞ്ച് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ 2-3 ഉരുളൻകിഴങ്ങാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ എത്ര വേണമെങ്കിലും അവരവരുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അത് ഞാനിവിടെ കണ്ടു കുറച്ച് നീളത്തിൽ, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നീളത്തിലും കുറച്ച് കനത്തിലുമായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് കേട്ടോ. ഈ പരുവത്തിൽ നുറുക്കണം. അത് നന്നായി നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ആ പൊടി വെള്ളപ്പൊടിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി പാത്രത്തിലിട്ടുള്ളതാണിത്. ഇനി നമുക്കിത് ഒരു പകുതി വേവ് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് അതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊരു പകുതി വേവാവും വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പകുതി വേവേ വേണ്ടൂ കേട്ടോ. അപ്പം അതുവരെ ഒന്ന് കിടന്നൊന്നാവണം. 2-3 മിനിറ്റ് അത്ര മതി. അപ്പോൾ അതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. നമ്മളിത് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായി തുടയ്ക്കണം കേട്ടോ. നല്ല തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ എന്നിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അടുത്തത് ഇതിനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വേവിച്ചു, പകുതി വേവ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെ വെള്ളമൊക്കെ തുടച്ച് മാറ്റി. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കൂടുതൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ആവുമ്പോൾ ഇത് കഷ്ണമായിട്ട് പൊട്ടിപ്പോരും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വറക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് വെച്ച എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ വറക്കേണ്ടത്. ഇനി ആയി വരട്ടെ കേട്ടോ. അപ്പോൾ അത് ആയി വന്നിട്ട് ഞാനത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ്. നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ട് നമ്മളിത് രണ്ടാമതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതായി വന്നു തുടങ്ങിയിട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം കുക്ക് ചെയ്യലൊക്കെ വേഗം കഴിക്കും. അപ്പോൾ അതായി വന്നിട്ട് ഞാനിത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അപ്പോൾ നമ്മുടെ സാധനം ശരിയായില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.